لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون صدق الله العلي العظيم. പ്രിയരെ, നജാത്ത് ദഅവ കോളേജിലെ ഒമ്പതാമത് ദഅവ പുസ്തകങ്ങൾ നാം പഠിച്ചു കൂടിയിരിക്കുന്നു. സമന്വയ വിദ്യ നേടാൻ വേണ്ടി വന്ന അത് പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു പഠന പുരോഗതിയുടെയും മറ്റും നേതൃത്വത്തിന്റെയും ഭാഗമായി രൂപീകരിച്ച സുബുലുൻ നജാത്ത് എന്ന സംഘടന ആ വാക്ക് അർത്ഥമാക്കുന്നത് പോലെ നജാത്തിന്റെ പല സബീലുകൾ, പല വഴികൾ ഇത് നടത്തുന്നുണ്ട്. സാഹിത്യ സമാജമായിട്ടും മറ്റു മാഗസിനായിട്ടും അതുപോലെ മറ്റു പല പരിപാടികളായിട്ടും ആഴ്ചകളിലും മാസങ്ങളിലുമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് വർഷത്തിലൊരു ദഅവ നടത്തി വരാറുണ്ട്. മുഖ്യമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പഠനമാണ്. എന്തിനാണ് ഇൽമു പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, മർമ്മപ്രധാനമായത് നമ്മുടെ ഇബാദത്തിനെ ശരിയാക്കണം. അറിവില്ലാതെ മനുഷ്യരെല്ലാവരെയും മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല പഠിച്ചിരിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് അറിവുള്ള ഇബാദത്തും അറിവില്ലാത്ത ഇബാദത്തും തമ്മിൽ വളരെ അന്തരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫളുൽ ആലിമി അലൽ ആബിദി കഫളുലി അലാ അദ്നാകും. ഒരു പണ്ഡിതന്റെയും പാണ്ഡിത്യമില്ലാതെ ഇബാദത്ത് ചെയ്യുന്നവന്റെയും വ്യത്യാസം എന്റെയും സ്വഹാബാക്കളെ നിങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ളവരുടെ ഇടയിൽ എത്ര വ്യത്യാസമുണ്ടോ ആ വ്യത്യാസമാണെന്ന് പറഞ്ഞു. അപ്പൊ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് ഇന്ന് പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ പ്രവർത്തനങ്ങൾ, നമ്മളെ ഇബാദത്ത്. എന്നാൽ ഇബാദത്ത് മാത്രം, തന്റെ ഇബാദത്ത് മാത്രം ചെയ്യുന്നതിന് പുറമെ അത് ചെയ്യുന്നതിനോട് കൂടെ മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യാനും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നാം ഒരുങ്ങൽ, പഠിക്കലും പഠിപ്പിക്കലും ദഅവത്ത് നടത്തലും അതും ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമാണ്. പഠിച്ചനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ പഠിക്കലും ഫർദ് കിഫായ, ഫർദ് ഐനാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് ദഅവ ചെയ്യൽ ഫർദ് കിഫായ. ആരും ചെയ്യാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരായിത്തീരും. അല്ലാഹു തആല പറഞ്ഞു, വൽതകുൻ മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ ഒരു വിഭാഗം നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നല്ലതുകൊണ്ട് കൽപ്പിക്കുന്ന, ചീത്തയെ തൊട്ട് വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായിരിക്കും. അവരാണ് വിജയികൾ, അവർക്ക് തന്നെയാണ് വിജയമുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ദഅവ കോളേജിന്റെ കാര്യമാണ്. അതുകൊണ്ട് നല്ലൊരു വിഭാഗം അതിനുണ്ടാവണം. എല്ലാവർക്കും എല്ലാത്തിനും തെളിയണമെന്നില്ല, എങ്കിലും അത് പരിശീലിപ്പിച്ച് നാം അത് നേടിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ നാം ഒരുക്കുന്നത്.
കുറെ ക്വാളിഫിക്കേഷനും കുറെ ഡിഗ്രിയും ഉണ്ടായതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണമെന്നില്ല. മതപരമായിട്ടായാലും ഭൗതികരമായിട്ടായാലും കുറെ അറിവുകൾ നേടി വലിയ അത്യുന്നതിയിൽ എത്തി എന്നതുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അത് പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ഓർക്കുന്നു, സാഹിത്യം നമ്മുടെ ദഅ്വ പ്രസ്ഥാനത്തിൽ കുറെ നടന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ദഅ്വ പ്രസ്ഥാനം നമ്മുടെ അംഗത്തിൽ കുറവാണെങ്കിലും ഇതിന്റെ കരുത്തനായ ഒരു സെക്രട്ടറി സാഹിത്യോത്സവത്തിലൂടെയൊക്കെ ഈ എന്തുണ്ടാക്കി ഈ പ്രാക്ടീസ് നേടിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഇതിന്റെ പല പ്രവർത്തനങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം